കൊല്ലം കുളത്തൂപ്പുഴ കണ്ടൻചിറ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഇന്നും തീപിടുത്തം. ഇന്നലെ ഉണ്ടായ തീ പൂർണ്ണമായും കെടാത്തതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ അട്ടിമറി സംശയിക്കുകയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. തീപിടുത്തം അന്വേഷിക്കാൻ പുനലൂർ RDOയെ കൊല്ലം ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. 320 ഹെക്ടറിലധികം പടർന്നുകിടക്കുന്നതാണ് കുളത്തൂപ്പുഴ കണ്ടൻചിറയിലെ ഈ എണ്ണപ്പനത്തോട്ടം. 700-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇടം. എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം അവസാനിക്കുന്നത് വനമേഖലയിലാണ്. ജനവാസ മേഖലയാണ് മറ്റൊരു വശം. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇവിടെ തീ പടരുന്നത് കണ്ടത്. ഒരേ സമയം 3 കത്തി. നിമിഷ നേരം കൊണ്ടാണ് എണ്ണപ്പന തോട്ടമാകെ ആ തീ പടർന്നു പിടിച്ചത്. പല വഴിയിൽ കത്തിയ തീ നിയന്ത്രണ വിധേയമായത് 10 മണിക്കൂറത്തെ അധ്വാനത്തിന് ശേഷമാണ്. ദൌത്യം പൂർത്തിയാക്കി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ സമയം രാത്രി 12 മണി. പുകഞ്ഞുകിടന്ന ചാരത്തിൽ നിന്ന് ഇന്ന് വീണ്ടും തീ പടർന്നു. അറിയിച്ചേ അവര് രാവിലെയൊക്കെ വന്ന് നോക്കിയപ്പോ പോയൊക്കെ ഉള്ളായിരുന്നു, തീ കത്തിയില്ല. അപ്പൊ ഇത്രയും വഷളാവുമെന്ന് അവരറിഞ്ഞില്ല. തീപിടുത്തത്തിൽ അട്ടിമറി സംശയിക്കുന്നുണ്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇവിടെ തീപിടുത്തമുണ്ടായി എന്നതാണ് സംശയത്തിന്റെ ഒന്നാം കാരണം. ഒരേ സമയം 3 തീപിടുത്തമുണ്ടായത് സംശയം വർദ്ധിപ്പിക്കുന്നു. അതെന്തായാലും അത് സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അത് എല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പുറത്തുകൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. കുറുന്തോട്ടി പറിച്ചു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ എസ്റ്റേറ്റിൽ നിലനിന്നിരുന്നു. അതിൽ അന്വേഷണം നടന്നു വരികയാണ്. തീപിടുത്തത്തിന് അതുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. സംഭവം അന്വേഷിക്കാൻ പുനലൂർ RDOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓയിൽ പാം അധികൃതരും പോലീസിൽ പരാതി നൽകും. ആരും അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി, ഞങ്ങളുടെ എല്ലാം ചോറാണിത്, ഞങ്ങളെല്ലാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഞങ്ങളുടെ മെയിൻ ഇത്, അങ്ങനെ ആരും ചെയ്യുമോ എന്ന് കരുതാൻ പറ്റുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും. കത്തിയതിന്റെ കണക്കെടുപ്പാണിനി. ഒപ്പം കാരണം തേടിയുള്ള അന്വേഷണവും. കത്തിയതാണെങ്കിലും കത്തിച്ചതാണെങ്കിലും അതിലെ ദുരൂഹത നീങ്ങണം. ഒപ്പം ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതലും ഉണ്ടാവണം. രാജ്കിരണിനും അനുരാജിനും രാഹുലിനുമൊപ്പം കുളത്തൂപ്പുഴയിൽ നിന്നും സലിം മാലിക്, 24.